അല്ല, യഥാർത്ഥത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടേണ്ടത് ഓരോ രംഗത്തും തിളങ്ങുന്ന ആളുകളെയാണ്. രാഷ്ട്രീയത്തിന് പുറത്ത് നിൽക്കുന്ന കലാരംഗത്ത്, സാംസ്കാരിക രംഗത്ത്. ഇപ്പോൾ PT ഉഷയെ രാജ്യസഭയിലേക്ക് വെച്ചപ്പോൾ ഞങ്ങൾ ആരെങ്കിലും വല്ല പരാതിയും പറഞ്ഞു? നന്നാണ്, ഞാൻ പറഞ്ഞു നന്നായെന്ന്. കാരണം അവർ പാർട്ടി ഏതാണെന്നുള്ളതല്ല പ്രശ്നം, അവരത് അർഹയാണ്. സ്പോർട്സ് രംഗത്ത് കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന ഒരു കാലത്ത് അവരെ രാജ്യസഭയിലേക്ക് വെച്ചു. കലാരംഗത്തോ ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഇതുവരെ എല്ലാ RSSകാരെ പിടിച്ചിട്ട് രാജ്യസഭയിലാക്കി കഴിഞ്ഞാൽ അത് ആ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു അധികാരത്തെ അവർ വികൃതമാക്കി. അത്രയുള്ളൂ പറയാൻ. മുതിർന്ന നേതാക്കളെ അംഗീകരിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും ചോദിക്കാണ്ട? ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് അടിവരയിട്ടു. കാരണം രാജ്യത്തുടനീളം ക്രൈസ്തവർ ആക്രമിക്കപ്പെടുകയാണ്. ഞാൻ കണക്കൊക്കെ പറയാം. രാജ്യത്തുടനീളം ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു, പുരോഹിതന്മാരെ ആക്രമിക്കപ്പെടുന്നു, പുരോഹിതന്മാരെ വൈദികരെ ജയിലിലാക്കുന്നു, ക്രിസ്മസ് ആരാധനാക്രമം പോലും തടസ്സപ്പെടുത്തുന്നു. രാജ്യവ്യാപകമായി അവരുടെ സ്ഥാപനങ്ങളിൽ കടന്നു കയറുന്നു, ബഹളങ്ങൾ ഉണ്ടാക്കുന്നു. കേരളത്തിൽ വന്നിട്ട് ക്രിസ്മസിന് ഈസ്റ്ററിന് കേക്ക് കൊടുക്കാൻ പോകുന്നു. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളായി BJPക്കാർ മാറുകയാണ് ഇവിടെ വരുമ്പോൾ. ഇവിടെ ക്രിസ്ത്യൻ വോട്ട് കിട്ടാൻ വേണ്ടി അത് കറക്റ്റായിട്ട് ദീപിക അത് പറഞ്ഞു. സത്യമാണോ പറഞ്ഞത്? അല്ല, അത് അവർ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അവരിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു. അത് ഓരോ സമയമുണ്ടല്ലോ. അതിപ്പോൾ ഞാനത് നേരത്തെ പറയണേ, ഇപ്പം നേരത്തെ അവർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഞാൻ സ്ഥിരമായി ഇത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. കാരണം ഒരു ദിവസം ഇന്ത്യയിൽ എവിടെ ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടാലും അതിൻ്റെ റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. എല്ലാ ദിവസവും പാർലമെൻറ്റിൽ നമ്മുടെ MP മാർ നിരന്തരമായി ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. നിരന്തരമായി നമ്മുടെ MP മാർ നിരന്തരമായി പറയാറുണ്ട് ഈ വിഷയങ്ങൾ. ഞാൻ എല്ലാ സ്ഥലത്തും സ്ഥിരമായി പറയുന്ന ആൾ. ദീപിക മുഖപ്രസംഗം എഴുതി. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംഘപരിവാറുകാർ വേട്ടയാടുന്നത് ക്രൈസ്തവരെ. എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇവർ കേക്കുമായിട്ട് വരുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് അവിടെ ഉപദ്രവിച്ചിട്ടാണ് ഇവിടെ വരുന്നത് എന്ന് വിചാരിച്ചാൽ മതി. ഇത് അദ്ദേഹം, ഞാനൊരു കാര്യം പറയാം, ഇതാണ് ഓരോ വാർത്തകളാണ്. അദ്ദേഹം CPM-ലല്ലേ നിൽക്കുന്നത് ഇപ്പോൾ, അല്ലേ? അദ്ദേഹം KTDCയുടെ ചെയർമാനല്ലേ? ഞങ്ങൾ ഒരു ചർച്ചയും അദ്ദേഹം നടത്തിയിട്ടില്ല. ഒരു ചർച്ചയും അദ്ദേഹമായിട്ട് നടത്തിയിട്ടില്ല. ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയുമല്ലോ. ഞങ്ങൾ നടത്തിയിട്ടില്ല. അദ്ദേഹത്തിനെതിരായിട്ടൊരു ആക്ഷേപം വന്നു. അപ്പോൾ അന്ന് എന്നോട് എല്ലാവരും ചോദിച്ചു എന്താ പ്രതിപക്ഷം മിണ്ടാത്തതെന്ന് വെച്ച്. ഇപ്പോൾ അല്ല, കുറേ മാസങ്ങൾക്ക് മുമ്പ്. അത് ഞാൻ പറഞ്ഞു ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വ്യാജമായ ഒരു ആരോപണമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങളാരും അത് പറഞ്ഞില്ല. സാധാരണ ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന, ഭരണകക്ഷിയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരായിട്ട് ഗുരുതരമായ ഒരു ആരോപണം വന്നാൽ വിടുവോ? പല ഭരണകക്ഷിയിലുള്ള ആളുകളും ഞങ്ങളോട് ചോദിച്ചു എന്താ നിങ്ങളത് പറയാത്തത്? നമ്മളൊരു വ്യക്തിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ. ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ്. ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ അത് പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് കൊടുത്ത പണിയാണെന്ന് മനസ്സിലായി. അത് ഞങ്ങൾ പറയില്ല. അത് ആർക്കെതിരായിട്ട് വ്യാജമായിട്ടുള്ള ആരോപണം വന്നാലും അത് ഏറ്റുപിടിച്ച് അപ്പം തന്നെ പത്രസമ്മേളനം നടത്തിയ അതൊന്നും ഞങ്ങളുടെ രീതിയല്ല. ഞങ്ങൾ അന്വേഷിക്കും. ശരിയാണേ പറയും. ഞങ്ങൾ അന്ന് അന്വേഷിച്ചപ്പോൾ അത് ശരിയല്ല, അല്ല കൊല്ലാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണ്. ഏറ്റവും എന്തും ചെയ്യും CPM. പിന്നെ കയ്യും വെട്ടും കാലും വെട്ടും എന്ന് പറയുന്ന ആളുകൾക്ക് ആരോപണം ഉന്നയിക്കാൻ പാടില്ലേ? അതാണ്. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. നിങ്ങൾ മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് അപ്പുറത്തുനിന്ന് ആരെങ്കിലും ഇപ്പുറത്തോട്ട് വരുമെന്ന്, അപ്പുറത്തെല്ലാവരും അവിടെ നിൽക്കുകയല്ലേ. നമ്മൾ അവരുമായിട്ട് ചർച്ച നടത്താതെ അവർക്കൊരു വിശ്വാസ്യതയില്ലേ. നമ്മളെന്തിനാ കളയണത്? ഞങ്ങൾ ഒറ്റ കാര്യവും പറയുന്നത്, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപാട് വിസ്മയങ്ങളുണ്ടാവും. അതപ്പോൾ പറയാം.